നമസ്കാരം. വലിയ സന്തോഷമുള്ള ഒരു ദിവസത്തിൻ്റെ തുടക്കമാണ്. മലയാളികളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനോടൊപ്പം കുറച്ച് സമയം പങ്കിടാൻ പറ്റുന്നു. ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കൂടി അറിയിക്കാൻ പറ്റുന്നു. ഒരു വലിയ അനുഭവം തന്നെയാണ്. നമ്മളോടൊപ്പം ഉള്ളത് പ്രദീപ് പള്ളുരുത്തിയാണ്. ഒരു സ്ഥിരമായിട്ടിങ്ങനെ പറയുന്നൊരു വാക്കാണെങ്കിലും ഇവിടെയാണത് ഏറ്റവും അനുയോജ്യം. വലിയൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത കലാകാരൻ. എന്നു മുതൽ കലാരംഗത്ത് വന്നോ അന്ന് മുതൽ ഇപ്പോഴും സജീവമായി യാത്ര തുടരുന്നു. നമസ്കാരം. 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 പ്രദീപേട്ടനെ കുറിച്ച് എല്ലാവർക്കും ഏകദേശമൊക്കെ അറിയാം. ലോക മലയാളികൾക്ക് ഒക്കെ അറിയാം. വലിയ സുപ്രസിദ്ധനായ ഒരു കലാകാരനല്ലെങ്കിലും ആ പേര് സ്ട്രൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും എനിക്ക് പ്രദീപേട്ടനിൽ ഏറ്റവും മറ്റ് പലയിടത്തും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പൊട്ടിച്ചിരിയാണ്. അല്ലേ? ഇത് 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 വലിയൊരു ഒരു ഒരു കാണുന്നവർക്ക് നമ്മൾ ചിരിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് വലിയ സന്തോഷമാണ്. ആരാണ് പ്രദീപേട്ടൻ്റെ ഒരു ഗോഡ് ഫാദർ? ഒരു ഗോഡ് ഫാദർ ആരാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഉത്തരം ഇല്ല എന്നുള്ളത്. എന്നാൽ ഒരുപാട് ആളുകളെ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മൾ സഹായിച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അലക്സ് ചേട്ടൻ, കൂടെ രഞ്ജിത്ത് സാറ്, വലിയ വീട്ടിൽ സിറാജിക്ക, മമ്മൂക്കയൊക്കെ അദൃശ്യനായ സഹായികളാണ്. അതല്ലേ പ്രദീപേട്ടൻ്റെ ഒരു അതിസജീവമായിരുന്നൊരു കാലഘട്ടത്തിൽ ഒപ്പം ഉണ്ടായൊരു വലിയൊരു നിരയുണ്ട്. അവരിൽ എല്ലാ പേരും സിനിമയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് അല്ലേ? എല്ലാം സെലിബ്രിറ്റീസായി. പ്രദീപേട്ടൻ എന്താണ് ഈ അഭിനയ രംഗത്തത്ര സജീവമാവാൻ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടാണല്ലോ. അതെ അതെ. അപ്പോൾ എന്നോട് പാട്ട് വേണോ അഭിനയം വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പാട്ട് വേണമെന്നേ പറയുള്ളൂ ആദ്യം. അതെ അല്ലേ? അത്ര ഇഷ്ടം പാട്ട്? അതെ, അത്ര ഇഷ്ടം പാട്ടിനോടുണ്ട്. കാരണം അതാണ് നമ്മുടെ ശരിക്കും ഇതിന് അകത്ത് കിടക്കുന്ന ഒരു സാധനം പാട്ടാണ്. സത്യത്തിൽ ഈ കേരളത്തിൻ്റെ എവിടെ പോയാലും ഒരേ പാട്ട് കേൾക്കുന്നൊരു സമയം. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നൊരു കാസറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ കാസറ്റ് കടകളുടെയൊക്കെ ഫ്രണ്ടിൽ അന്ന് ഫ്ലെക്സ് ഇല്ല, മറ്റേ ഗ്ലാസ്സിൽ ഇത് ഒട്ടിച്ചിട്ട് എല്ലായിടത്തും, ഒരിടത്തോ രണ്ടിടത്തോ ഒന്നുമല്ല. ഞങ്ങൾ സത്യത്തിൽ അന്ന് കൊല്ലമൊക്കെ ഞങ്ങൾക്ക് പോകാമെന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ളൊരു പ്രായമാണ്. എങ്ങനെയൊക്കെ അവിടെ എത്തപ്പെട്ട് ക്യൂ നിന്ന് ഈ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം മേടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഈ കാസറ്റ്, ഈ പാട്ടുകൾ കേൾക്കാൻ, ഈ പാരഡി കേൾക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ഇങ്ങനെ ഈ ടേപ്പ് റെക്കോർഡറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇത്ര ശ്രദ്ധ മറ്റ് എന്തിനു വേണ്ടി കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പഠിത്തത്തിന് പോലും കൊടുത്തിട്ടില്ല. അത് പ്രദീപേട്ടൻ്റെ ഒരു ലൈഫ് റെക്കോർഡ് ടൈമല്ലേ? ഉറപ്പായിട്ടും. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ കൊച്ചിൻ മിമി എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം മരിച്ചുപോയി, ഇപ്പം ഇല്ല. ഇല്ലല്ലേ? ആ കൊച്ചിൻ മിമി ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രംഗത്തേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അതും ഒരു യാദൃശ്ചികതയാണ്. കാരണം ഞാൻ ജെർസൺ ആൻ്റണി എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ പള്ളുരുത്തിൽ, അദ്ദേഹം പിന്നെ വേൾഡ് വൈഡ് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 10 പാട്ട്, മാർക്കോസ് ചേട്ടൻ പാടാനുള്ള 10 പാട്ടുകൾ ട്രാക്ക് പാടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം എനിക്ക് കിട്ടി. കാരണം എൻ്റെ ജോർജ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു തബലിസ്റ്റ് ഉണ്ട്. ആ ചേട്ടനാണ് ഒരു പക്ഷേ എന്നെ കണ്ടുപിടിച്ച, അതായത് എന്നെ ഈ രംഗത്തേക്ക് ഒരുപാട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ ഇയാൾ പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജെർസൺ ചേട്ടൻ എനിക്കൊരു അവസരം തരുന്നു 10 പാട്ട് ട്രാക്ക് പാടാൻ. അപ്പോൾ ഞാനത് അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊച്ചിൻ മീമി വരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പാരഡി കാസറ്റുകൾ ഓണത്തിനൊക്കെ ഇറക്കുന്ന ആളായിരുന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പാരഡി ആണെന്നോ മറ്റേ എന്താണെന്നോ ഉള്ള വിഷയമല്ല, എനിക്ക് പാടിയാൽ മാത്രം മതി. പക്ഷെ അതിന് സാമ്പത്തികമായി ഗുണമുണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ പക്ഷെ ഞാൻ ആ പാട്ടിൽ, അദ്ദേഹത്തിൻ്റെ ആ ഓണത്തിൻ്റെ പാട്ടിൽ, അന്ന് മറ്റേ ഈ പാട്ടൊക്കെ ഇറങ്ങിയ സമയമാണ്, രാജാതി രാജേന്ദ്ര രാജ, ആ പാട്ടൊക്കെ ഇറങ്ങിയ സമയമാണ്. ആ പാട്ടിൻ്റെ പാരഡി രാജാധിരാജനായ രാജ, മാവേലി മന്നനായ രാജ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തു. ഇത് പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിലേക്ക് പുള്ളി കുറച്ച് പൈസ എടുത്ത് വെച്ചു തന്നു. ഏത് കാലഘട്ടത്തിൽ, ഏത് വർഷം ഒന്ന് ആലോചിച്ച് നോക്കും. 35 വർഷത്തിനപ്പുറത്തേക്ക് 3500 രൂപ ഉണ്ടായിരുന്നു അന്നത്തെ അവസ്ഥ. അന്ന് 3500 രൂപ ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട്. അത്
ഗാനമേള പാടുന്ന ഒരാൾക്ക് ഇപ്പോഴില്ല 3500. ഒരു നാടകകലാകാരൻ 2500 രൂപയേ ഉള്ളൂ ഇപ്പോഴും, ഈ 2024. അതെ അതെ. അപ്പോൾ ആ സമയത്ത് എനിക്കത് ഞാൻ എൻ്റെ കണ്ണുള്ളിൽ പോയി, ഇത്രയും കാശ് ഇതുണ്ടോ. പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ അത്, കാരണം എനിക്ക് ആ സമയത്ത് പൈസ എന്താ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമയം, അതായത് ഭയങ്കര ലക്ഷ്മി കടാക്ഷം ഉണ്ടായിരുന്ന സമയമാണ്. കാരണം ഇപ്പോൾ ഗാനമേളകൾ ഇതുപോലെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടി എനിക്ക് ഭയങ്കരമായ സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനേ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിൽ പാട്ട് പാടിയിട്ട് 45,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ കട്ടിന്മേൽ ഇങ്ങനെ 45,000 രൂപ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ എനിക്ക് കിട്ടിയതാണോ, ഇതൊക്കെ എൻ്റെ പൈസ തന്നെയാണോ? അതല്ലേ ആ ഒരു കാലഘട്ടത്തിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം പാരഡിയുടെ പിന്നെ എന്താ പറയണ ഭയങ്കര ആളായിരുന്നല്ലോ ഞാൻ. അതെ അതെ അതെ, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടേ എനിക്ക് തോന്നുന്നു ഈ പ്രതിഭട്ടൻ്റെ റെക്കോർഡെല്ലാം കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട്. ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊക്കെ ഈ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തിട്ട് എടുത്തില്ല, അതൊന്നും കളക്ട് ചെയ്തില്ല. അതല്ലേ എനിക്ക് എൻ്റെ ഒരു ഇത് പണ്ട് ഞാൻ എവിടെയോ കണ്ട, അല്ലെങ്കിൽ എനിക്ക് അറിവാവുന്നൊരു കാലത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ ദാൻ ഒരു 4500 പാട്ടോളം പാടി. തീർച്ചയായിട്ടും അത് അത്രയധികം പാട്ട് പാടിയിട്ടുണ്ടാവും. 4500 പാട്ടുകൾക്കപ്പുറം, അതിനപ്പുറം പാടിയ കലാകാരനാണ് നമ്മളോടൊപ്പം ഉള്ളത് പ്രതിഭേട്ടൻ. ഒരു വല്ലാത്ത സംഭവമാണ് കേട്ടോ. ചേട്ടാ, ഇനി എൻ്റെ ഒരു മറ്റൊരു സംശയമാണ്, എൻ്റെ മാത്രമല്ല കാണുന്നവരുടെ സംശയമാണ്. നമ്മുടെ ഈ ഏഷ്യാനെറ്റിൽ പല വിധമായിട്ടുള്ള സംഗീത പരിപാടികൾ നടക്കുന്നു. ഇതിൻ്റെ പ്രൈസുകൾ കോടിക്കണക്കിന് രൂപയും ഒക്കെയാണ്. അതൊരു അവരത് പറയുന്ന പോലെ അത് സീസണാണ്. ഇതിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരു ഗായിക നമുക്ക് അതെന്താ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സിനിമയിലേക്ക് വരുന്ന ഒരുപാട് പാട്ടുകാരുണ്ട്, വന്നിട്ടുള്ള പാട്ടുകാരുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം നിഷാദൊക്കെ റിയാലിറ്റി ഷോയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ സുദീപും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യകാലത്തുണ്ടായിരുന്ന സമയം ദുർഗ വിശ്വനാഥ്, അതുപോലെ തന്നെ നജീം അർഷാദ്, അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ, ഒരു സന്നിധാനന്ദൻ, അങ്ങനെ കുറേ ആളുകളുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത് സിനിമയിലെ അവസരം കിട്ടുക അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. അതിന് ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം തടസ്സങ്ങളും അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പം എന്താ വെച്ചാൽ നമുക്കൊരു അവസരം കിട്ടുക, ചിലപ്പോൾ ഭാഗ്യത്തിനൊരു അവസരം കിട്ടിയെന്നിരിക്കാം, പക്ഷേ ഈ അവസരം കിട്ടൽ തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ സിനിമയിൽ നമ്മൾ പാടുന്ന രീതിയിലുള്ള പാട്ടുകളുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമല്ലോ ആദ്യം. വേണം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വിജയിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പാണ്ടിമേളം പാട്ടും കുത്തും തട്ടടട്ടട്ട അങ്ങനെ നമ്മൾ പാടി അത് ഉഗ്രനായിട്ട് പാടിയില്ലെങ്കിൽ അത് നന്നായി എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലത്തെ പാട്ടുകൾ നമ്മുടെ കൂടെ വരുള്ളൂ. അത്രേ ഉള്ളൂ, ടിപ്പിക്കലായി. കാരണം പാട്ടുകാർ ഒരുപാടുണ്ട്, ഒരുപാട് ടൈപ്പ് പാട്ടുകൾ പാടുന്ന ഒരുപാട് ആൾക്കാർ, വിവിധ തരം പാട്ടുകൾ പാടുന്ന, ക്ലാസിക്കൽ പാടാൻ കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറെ ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് പാടാനായിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനത്തെ കുറച്ച് പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വേണമല്ലോ. അപ്പോൾ ആ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് അന്ന് ഇയാൾ ഇനി ഇതുപോലത്തെ പാട്ടുകൾ മാത്രം പാടിയാൽ മതി എന്ന് വിചാരിക്കുന്നു. അതെല്ലാം നടന്മാർക്കും അങ്ങനെ ഉണ്ട് ഈ പ്രശ്നം അല്ലേ, ഒരു കാറ്റഗറൈസേഷൻ അവാർഡ് നടന്മാർ, അതെ, കൊമേഴ്സ്യൽ നടന്മാർ. ചേട്ടന് മുന്നേ സിനിമയിലുണ്ട്, ഇപ്പോഴും സിനിമയിലുണ്ട്. എന്നാലും ഈ ഒരു പാരഡി ടച്ചിൽ ലോക മലയാളികളെല്ലാം ഏറ്റുപാടിയൊരു പാട്ട്, അത് പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് റെക്കോർഡ് തന്നെ പ്രതിഭയുടെ പേരിലുണ്ടെന്ന് തോന്നുന്നു. സ്വന്തമായിട്ട് പാടിയൊരു പാട്ട് ഏറ്റവും കൂടുതൽ വേദികളിൽ വീണ്ടും പാടിയിട്ടുള്ള ഒരേയൊരു കലാകാരൻ പ്രതിഭട്ടനായിരിക്കും, അല്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നു. കാരണം ഞാനത് ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ, അല്ലേ? അത് പിന്നെ ആ സിനിമയിൽ ഞാൻ വായിച്ചതാണ്. ആ സിനിമയിൽ 2 കാര്യങ്ങൾ ഭയങ്കര ഹൈലൈറ്റായിരുന്നു. ഒന്ന് മമ്മൂക്കയുടെ മറ്റേ സ്കൂളിലെ ടോക്കിങ്, അതിനോട് കണ്ണ് നനയിച്ച മമ്മൂക്കയുടെ പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ആയിരുന്നു ഈ പാട്ടും, അതിൻ്റെ സിറ്റുവേഷൻസ്, അതിൻ്റെ സീക്വൻസ്, ആ പാട്ട് ആ സിനിമയിൽ ആ രംഗത്ത് ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു
ആ ഒരു സംഭവം എങ്ങനെ ഒത്തു വന്നത് എങ്ങനെ? അത് അതിനു മുമ്പ് ഈ വ്യത്യസ്തനാമന് ബാർബറാം ബാലൻ പാടുന്നതിന് മുമ്പ് എം ജയചന്ദ്രൻ സാറിന്റെ പാട്ടാണല്ലോ അത്. അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. നിവേദ്യം എന്നുള്ള സിനിമയില് താം തക്കിടത്തെയ്യാരേ തരപ്പ തക്കിടത്തെയ്യാരേ തെയ്യം തകത്തെയ്യാരേ തകൃത തക്കിടത്തെയ്യാരേ ഞാനും വിജയേശ്വാസും കൂടിയായിട്ട് ആ പാട്ട് പാടിയത്. അപ്പൊ ഈ പാട്ട് പാടിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഇതൊരു ഫോക്ക് സ്റ്റൈലുള്ള ഒരു പാട്ടാണല്ലോ അത്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകൾ പാടാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്നോട് ഈ സിനിമയുടെ സമയം വന്നപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു, പ്രദീപ് ഒരു പാട്ടുണ്ട്, നമുക്കൊന്ന് പാടി നോക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പാടാൻ വേണ്ടി ഞാൻ ചെന്ന് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് ഈസ്റ്റ് കോസ്റ്റിന്റെ സ്റ്റുഡിയോയിലായിരുന്നു. പാട്ട് ഞാൻ ലിറിക്സ് വായിച്ചു നോക്കിയപ്പോൾ തന്നെ ഞാൻ ആകെ ത്രിൽഡായി. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു ലിറിക്ക് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആരാ എഴുതിയത്? അവർ അനിൽ പനച്ചൂരാന്ന് പറഞ്ഞൊരു കവിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനത്തെ സംഭവം? അപ്പോൾ ഈ സിറ്റുവേഷൻ പറഞ്ഞു തന്നു. ഒരു വികട കവിയായിട്ടാണ് സലിംകുമാർ, പിന്നെ അവരുടെ കൂട്ടത്തിൽ മറ്റേ ഇന്നസെൻ്റ് ഉണ്ട് അവരുടെയൊക്കെ. അപ്പോൾ അതുപോലെ വോയിസ് മോഡുലേഷൻ ആവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു, ഈ സലിംകുമാറിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൻ്റെ രീതി ഉണ്ടല്ലോ, കുറേ പരത്തി പാടുന്ന ആ ഒരു രീതിയിലേക്ക് ഞാൻ പാട്ട് മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പാട്ട് വോയിസ് 2-3 ടൈപ്പ് മോഡുലേഷൻ ചെയ്തിട്ടാണ് ആ പാട്ട് ശരിക്കും പാടുന്നത്. അതെ. അപ്പോൾ അവർ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, തലവടിക്കുന്നോർക്ക് തലവന ബാലൻ, തലവടിക്കുന്നോർക്ക് തലവന ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. അങ്ങനെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഒരു വലിയ ഭാഗ്യം കൂടിയാണിത്. ആ ഒരു പാട്ട് പാടിയ പ്രദീപേട്ടൻ്റെ കൂടെ ഇരുന്നപ്പം ആ പാട്ട് ഇങ്ങനെ ലൈവായിട്ട് വേറെ ഒന്നിനെ സപ്പോർട്ടില്ലാതെ കേൾക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം.